Okay. Okay, so welcome you all to the first lecture video on your module 5. Okay, so module 5 എന്തൊക്കെയാ വരുന്നത് അതൊന്ന് നോക്കാം. ഒന്ന് സിലബസിന്റെ ഒരു ഓവർവ്യൂ എടുക്കാം, അതിനുശേഷം സബ്ജക്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ ബേസിക്കലി മൊഡ്യൂൾ 5 നമുക്ക് വരുന്ന കാര്യങ്ങൾ ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ആണ്. Then steps involved in finite element method. Steps എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രീ പ്രോസസ്സിംഗ് ഫേസ്, ഡിസ്ക്രിറ്റൈസേഷൻ, ടൈപ്സ് ഓഫ് എലമെന്റ്സ്, ഫോർമുലേഷൻ ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് ഫോർ വൺ ഡയമെൻഷണൽ എലമെന്റ്, then formulation of load vector, assembly of global equations, implementation of boundary condition, solution procedure, and post processing phase. Finally, ഇതെല്ലാം കഴിഞ്ഞാൽ സിമ്പിൾ പ്രോബ്ലംസ് വിത്ത് ആക്സിയൽ ബാർ എലമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ട് സ്ട്രക്ചറൽ പ്രോബ്ലംസിന്റെ സിമ്പിൾ പ്രോബ്ലംസ് വിത്ത് ആക്സിയൽ ബാർ എലമെന്റ് വരെ കഴിഞ്ഞാലേ നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് കാര്യങ്ങൾ. ആദ്യം you will be given a basic introduction to finite element method, പിന്നെ steps involved in finite element method. ഓക്കെ, അപ്പൊ ഇതില് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സിങ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിൽ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ് സിലബസ് പറയുന്നത്. അതിൽ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സ് പോകുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോബ്ലംസ്, സ്ട്രക്ചറൽ അല്ലെങ്കിൽ ബാർ എലമെന്റിന്റെ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ സോൾവ് ചെയ്ത അതേ പ്രോബ്ലത്തിനെ നമുക്ക് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുക. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഈ ഒരു മൊഡ്യൂള് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ അനാലിസിസ് ഓർ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. ഓക്കെ, സോ ദ മൊഡ്യൂൾ is about finite element analysis. It is all about finite elements analysis. Okay, so entire module is about finite element analysis. Okay, so ഇന്നത്തെ particular lecture video and idea എന്താണെന്ന് വെച്ചാൽ is to give you an introduction to finite element method അല്ലെങ്കിൽ finite element analysis ന്റെ ഒരു broad perspectiveലുള്ള എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്തിനാണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്, എന്താണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്ന് ഒരു സാധാരണക്കാരന്റെ ലെവലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ലേമാന്റെ ലെവലിൽ നിന്നിട്ട് നമുക്ക് എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ക്ലിയർ ആവുന്നില്ല അല്ലെ, കേൾക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതുണ്ടോ? യെസ്, ഐ എം ക്ലിയർ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കാണാനൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല അല്ലെ? റൈറ്റ്. ഓക്കെ, സോ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് the first thing that you should know is what is analysis or why do we have to perform this analysis. Okay, so എന്തിനായിരിക്കാം നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്? ഒരു പിന്നെ ഒരു ബാർ എലമെന്റ് അല്ലെങ്കിൽ ഒരു ബീമിന്റെ ഒക്കെ മുകളിൽ എന്തിനാണ് നമ്മൾ ഈ അനാലിസിസ് പ്രോസസ്സ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിനാണ് നമ്മൾ ഡിസൈനിന്റെ മുകളിൽ എന്തിനാണ് നമ്മൾ ഒരു അനാലിസിസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പൊ ഒരു കമ്പോണന്റ് ആണെങ്കിൽ കമ്പോണന്റ് അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വരുന്ന ടെമ്പറേച്ചർ. ഓക്കെ, എന്തിനാണ് നമ്മൾ അത് അനലൈസ് ചെയ്യുന്നത്? അതൊക്കെ മനസ്സിലാക്കുന്ന എന്തിനാ? ടെമ്പറേച്ചർ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. എന്തിനാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? എന്താണ് അതിന്റെ സോൾ പർപ്പസ്? എക്സ്പെരിമെന്റൽ ഡാറ്റാസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? എങ്ങനെ കേട്ടില്ല? എക്സ്പെരിമെന്റൽ ഡാറ്റാസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഒരു പ്രീ എക്സ്പെരിമെന്റ് ആയിട്ട്. എക്സ്പെരിമെന്റൽ ഡാറ്റാസ് ആയിട്ട്. ഓക്കെ, ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും? ടെസ്റ്റിങ്ങിന്. യെസ്, റൈറ്റ്. See, basically
നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഒന്നുകൂടെ തന്നെ റിഫൈൻ ചെയ്ത് പറയാം. സോ ബേസിക്കലി നമുക്ക് അനാലിസിസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു സിമ്പിൾ ബാർ അല്ലെങ്കിൽ ഒരു കാൻഡിലീവർ ബീമിന് എനിക്ക് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള ഒരു കാൻഡിലീവർ ബീം. ഓക്കെ, എന്തോ ഒരു പർപ്പസിന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്റെ വീടിന്റെ വാളിൽ നിന്ന് എനിക്ക് ഇത്ര ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം. സർ ഇതിന്റെ മുകളിൽ എനിക്ക് ഒരു ചെടിച്ചട്ടി വെക്കണം. ഓക്കെ, ഇതാണ് എന്റെ പേർപ്പസ്. ഓക്കെ, സോ ഇനി ഞാൻ ഈ ഒരു സാധനം ഇത്തരം ഒരു സ്ട്രക്ചർ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ഇപ്പൊ ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ചട്ടി വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് അത് എക്കണോമിക്കൽ ആയിരിക്കണം, അല്ലെ? പിന്നെ ഇത് ഇതിന്റെ കോസ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, കോസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സോ നമുക്ക് ഏറ്റവും മിനിമം മെറ്റീരിയലില് ഒരു 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 കാൻഡിലിവർ ബീമിനെ അവിടെ ഡിസൈൻ ചെയ്ത് വെക്കണം. അതാണ് എന്റെ പേർപ്പസ്, റൈറ്റ്? അപ്പോ ഫോർ എക്സാമ്പിൾ ഇതിനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിൽ ഒരു കാൻഡിലിവർ ബീം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയായിരിക്കണം, എനിക്ക് അതിന്റെ വിഡ്ത്ത് എത്ര കൊടുക്കണം, എനിക്ക് അതിന്റെ ഡെപ്ത് എത്ര കൊടുക്കണം, അതുപോലെ അതിന്റെ ലെങ്ത് ഞാൻ എത്രത്തോളം എനിക്ക് കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഗവേണിംഗ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത്തരം ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അതിന്റെ എസ്തെറ്റിക്സ് അതിന്റെ ഒരു വലിയൊരു ഫാക്ടർ ആയിരിക്കും. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ കൺട്രോളിങ് ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് സസ്റ്റെയിൻ, ഇത് ബെൻഡായി പോകരുത് അല്ലെങ്കിൽ ബ്രേക്ക് ആവരുത്. ഇറ്റ് ഷുഡ് സസ്റ്റെയിൻ ഫോർ എ ലോങ്ങർ പീരീഡ്, റൈറ്റ്? അപ്പൊ അത്തരത്തിലായിരിക്കണം ഡിസൈൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം മിനിമം ഷുഡ് ബി ദ മെറ്റീരിയൽ ആൻഡ് മിനിമം ഷുഡ് ബി ദ കോസ്റ്റ്. അപ്പൊ ഏതൊരു വലിയൊരു സാധനം, വലിയൊരു കോമ്പണന്റ് ഡിസൈൻ ചെയ്യുമ്പോഴും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. കോസ്റ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് പാരാമീറ്റർ. നമ്മൾ പണ്ട് MOS എടുക്കുന്ന സമയത്ത് പറഞ്ഞത് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ സെക്ഷൻ എന്തുകൊണ്ടാണ് സെക്ഷൻ എടുക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ അതിൽ ഏറ്റവും മിനിമൈസ്ഡ് മെറ്റീരിയൽ ആണ്, റൈറ്റ്? നമുക്ക് പിന്നെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരു ഫുൾ റെക്ടാങ്കുലർ പീസ് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മളെ കോസ്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? സോ ഒരു സെക്ഷൻ ആ പർപ്പസ് സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഡു യു ഹാവ് ടു ഗോ വിത്ത് യുവർ 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 എന്താ പറയാ, പിന്നെ ഒരു റെക്ടാംഗിൾ ബാറിന് എന്തിനാണ് പോകുന്നത്? നമുക്കൊരു സിമ്പിൾ സെക്ഷൻ വെച്ചാൽ പോരെ, റൈറ്റ്? സോ ഇതൊക്കെയാണ് ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സോ ഈ ഒരു ഒബ്ജക്റ്റീവ്, അപ്പൊ നമുക്ക് ഏതൊരു സാധനം അനലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന ഇതിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം, ഈ ലോഡ് കൊണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടാവുന്ന സ്ട്രെസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇതിന്റെ ക്രോസ് സെക്ഷനും പിന്നെ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ് എന്തായിരിക്കും? ഇത് ജനറേറ്റ് ചെയ്യുന്നത് എന്താ? M/I/Y യൂസ് ചെയ്ത് നമുക്കിത് കാണാം, അല്ലെ? സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ മെനക്കെടുന്നില്ല. ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഒരു റാൻഡം വാല്യൂ ഞാൻ എടുക്കുകയാണ്. സോ ഇഫ് സപ്പോസ് നമുക്ക് പറയാം ഇതിലുണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 1 അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 5 മെഗാ പാസ്കൽ ആണ് ഇതിലുണ്ടാവുന്ന സ്ട്രെസ് എന്ന് വിചാരിക്കാം, അല്ലെ? സോ അത് മാക്സിമം നമുക്കറിയാം കാൻഡിലിവർ ബീം ആയതുകൊണ്ട് ഈ എൻഡിലായിരിക്കും ആ മാക്സിമം സ്ട്രെസ് വരിക, അല്ലെ? ഈ എൻഡ് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസിന്റെ എഫക്ട് ഉണ്ടാവുക, റൈറ്റ്? ആ സ്ട്രെസ് ഞാൻ പറയാണ് അത് 5 മെഗാ പാസ്കൽ ആണ്. Okay, so I should be selecting a material in such a way that, and the dimension should be specified in such a way that this can sustain stress which is above, അല്ലെങ്കിൽ 5 മെഗാ പാസ്കൽ വന്നാൽ ഇതിൽ ഒരു വിഷയം ഉണ്ടാകുന്നത് ഈ ഒരു മെറ്റീരിയലിനെ should be designed in such a way that it can sustain minimum some 10 മെഗാ പാസ്കൽ. ഓക്കെ, സോ അത്തരത്തിലുള്ള നമുക്കൊരു ഡിസൈൻ ചെയ്യാം. അപ്പോ നമ്മൾ വെറുതെ ഒരു സാധനം ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രം, ഓക്കെ, ഞാനൊരു റാൻഡം ആയിട്ട് ഒരു സാധനം അങ്ങ് ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രം അത് കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ, റൈറ്റ്? അതിന് ലൈഫ് ഉണ്ടാവോ, അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, നൗ ഇത്തരം സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ കാൻഡിലിവർ വിത്ത് എ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ, okay, or a cantilever with a circular cross section or a regular rectangular cross section ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ സൊല്യൂഷൻ ചെയ്യാൻ നമുക്ക് അറിയാം, അല്ലെ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോം ഉണ്ട്, അത് ഓൾമോസ്റ്റ് ക്ലോസ് വാല്യൂസ് നമുക്ക് തരും, അല്ലെ? സോ ഇങ്ങനെയാണ് ഒരു കാൻഡിലിവർ വരുന്നത്. നമുക്കറിയാം സിഗ്മ ഇസ് ഈക്വൽ ടു M/I/Y ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ സൊല്യൂഷൻ കിട്ടും. എനിക്ക് ഏതാണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്തു പോകും. പക്ഷേ ആക്ച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ
most of the things are very complicated structures. Okay, so such kind of structures, it is very difficult to solve using the direct equations. Okay, so ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലോഡിങ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ് അൺസിമെട്രിക് ബെൻഡിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അൺസിമെട്രിക് ബെൻഡിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. റൈറ്റ്. സോ അൺസിമെട്രിക് ഒരു ബെൻഡിങ് എപ്പോഴാണ് അൺസിമെട്രിക് ആവുമെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അല്ലെ. ഒന്നുകിൽ സോ എപ്പോഴാണ് ആവുന്നത് വെച്ചാൽ ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസും അതിന്റെ ന്യൂട്രൽ ആക്സിസും ഒരേ പോയിന്റ് അല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അൺസിമെട്രിക് ബെൻഡിങ് ആണ്. ഇപ്പൊ രണ്ട് തരത്തിൽ ഉണ്ടാവാം. ഒന്ന് ലോഡ് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നത് ഒരു ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ രണ്ട് കോമ്പണൻസ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു അൺസിമെട്രിക് ബെൻഡിങ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ അൺസിമെട്രിക് ആണെങ്കിൽ, ഇപ്പൊ ഒരു റെഗുലർ റെക്ടാങ്കുലറിന് പകരം ഇത്തരത്തിലൊരു ആർബിട്രറി ഷേപ്പാണ്, ഇത്തരത്തിലൊരു ബീമാണ് വരുന്നതെങ്കിൽ ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന ലോഡ് കൊണ്ട് ഇതിലുണ്ടാവുന്നത് ഒരു അൺസിമെട്രിക് ബെൻഡിങ് ആണ്. റൈറ്റ്. അത്തരം അൺസിമെട്രിക് ബെൻഡിങ്ങുകൾ വരുമ്പോൾ നമുക്ക് ഇതിന്റെ എക്സാക്ട് ബെൻഡിങ് സ്ട്രെസ് വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് അല്ലെ. ഒരു സിമ്പിൾ ഇത്തരം കേസുകൾ വരുമ്പോൾ തന്നെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ ഇവിടുത്തെ സ്ട്രെസ് കാണുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് സിഗ്മ ഹൊറിസോണ്ടൽ പ്ലസ് സിഗ്മ വെർട്ടിക്കൽ എന്നൊക്കെ പണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ലെ. സോ അപ്പൊ ഒരു ചെറിയ ഇത്ര മാത്രം കേസ് വരുമ്പോൾ തന്നെ അത് വളരെ ഹെക്ടിക് ആയി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസായി മാറി. ഇനി അൺസിമെട്രിക്കും അതേപോലെ ഡിഫറെന്റ് ഡയറക്ഷനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് എല്ലാം വരുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആയി. അത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നമ്മളതിൽ ആസ് സച്ച് ഡയറക്റ്റ് ഇക്വേഷൻസ് ഇല്ല. അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ബേസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ എംഎസിന്റെ കേസിൽ പഠിച്ചിട്ടാവും സ്ട്രെസ് ഒക്കെ പോയിന്റ് എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കേസുകളിൽ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. കാരണം നിങ്ങൾക്ക് ഒരു ബേസിക് കേസ് തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു ഹുക്സ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 6 കോമ്പണൻസ് ഉണ്ടാവും. ദിസ് ഈസ് ഈക്വൽ ടു അതിനൊരു മെട്രിക്സ് സ്റ്റിഫ്നെസ് മെട്രിക്സ് വരും. എത്ര? അതിൽ 36 കോമ്പണൻസ് ഉണ്ടാവും ഇൻടു സം സ്ട്രെയിൻ അല്ലെ. ഇതിന് 6 കോമ്പണൻസ് ഉണ്ടാവും. സോ ഈവൺ ഒരു ഹുക്സ് ലോ തന്നെ ഇത്രയും കോമ്പണൻസ് വന്നു. റൈറ്റ്. സോ ഇത്തരം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അത് അഗെയിൻ ദാറ്റ് ബിക്കംസ് മോർ ഹെക്ടിക്. റൈറ്റ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡിലേക്ക് പോകുന്നത്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ. സോ ബേസിക്കലി എന്തിനാണ് അനാലിസിസ്? അതാണ് ആദ്യത്തെ ചോദ്യം. വൈ എഞ്ചിനീയറിംഗ് അനാലിസിസ്? ഓക്കെ. സോ ബേസിക്കലി എന്താണ്, നമുക്ക് ഏതൊരു സാധനം ചെയ്യുമ്പോഴും യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ചിലപ്പോൾ അതിന്റെ വൈബ്രേഷൻ ഉണ്ടാകുന്ന കാര്യം നാച്ചുറൽ ഫ്രീക്വൻസി കാണണം, അതുപോലെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അറിയണം, വെലോസിറ്റി അറിയണം, ഫാറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയണം. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ യു ഹാവ് ടു പെർഫോം അനാലിസിസ്. റൈറ്റ്. സോ ഈ അനാലിസിസ് തന്നെ നമുക്ക് ബേസിക്കലി 3 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ജോയിൽ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം. റൈറ്റ്. എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. സി ഇതൊക്കെയാണ് നമുക്കിപ്പം ആൻസസിലൊക്കെ ചെയ്ത അനാലിസിസിന്റെ ഒരു ഫോമാണിത്. ഇപ്പൊ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കിപ്പോ മാക്സിമം നമുക്കറിയാം കാന്റിലിവർ ബീം ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഇവിടെ ആയിരിക്കും അനുഭവപ്പെടുക. ഇതിപ്പോ സോൾവ് ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടിയൊരു ഔട്ട്പുട്ട് ആണ് ഈ റെഡ് എന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസിറ്റി ആണ്. ഓക്കെ. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ. സോ ഒരു ജനറലൈസ്ഡ് എഞ്ചിനീയറിംഗ് അനാലിസിസ് ചെയ്യുന്നത് തന്നെ ബേസിക്കലി ടു ഒബ്റ്റെയിൻ ദീസ് ഡാറ്റാസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ്, എവിടെ ഓരോ പോയിന്റ് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു, എവിടേക്കാണ് മാക്സിമം സ്ട്രെസ് വരുന്നത്, മാക്സിമം സ്ട്രെസ് വരുന്ന സ്ഥലത്ത് അത് നമുക്ക് വേണ്ട വാല്യൂവിനെക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് സം മെഷേഴ്സ് ടു ലിമിറ്റ് ദാറ്റ് വൺ. അത് ചിലപ്പോൾ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സിമിലർലി നാച്ചുറൽ ഫ്രീക്വൻസി, ഓക്കെ, വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ മോഡൽ അനാലിസിസ് ചെയ്യേണ്ടി വരും. അത് മാക്സിമം എവിടെയാണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവുക, അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു പെർഫോം എഞ്ചിനീയറിംഗ് അനാലിസിസ് ഓൺ വൈബ്രേഷൻ. ഓക്കെ. സിമിലർലി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, വെലോസിറ്റി, അതുപോലെ ഫാറ്റീഗ് ഫെയിലിയർ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. റൈറ്റ്. ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കംസ് അണ്ടർ ദിസ് വൺ. ഓക്കെ. ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. Okay, fluid flow, if there is something related to computational fluid dynamics related ആയിട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഫ്ലൂയിഡ് ഫ്ലോ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കേസുകളുടെ അനാലിസിസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് അതേപോലെ ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ്, ടർബുലന്റ് ഫ്ലോ ആണോ, ലാമിനാർ ഫ്ലോ ആണോ, അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇതിനെ കൊണ്ട് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ഇത്തരം എഞ്ചിനീയറിംഗ് അനാലിസിസ് പെർഫോം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള 3 മെത്തേഡ്സ് ആണ്.
ഒന്ന് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇത്തരം ഒരേപോലെ ഒരു കാൻഡിലീവർ ബീമിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാം, അതിൽ ലോഡ് ചെയ്യാം, അത് ബ്രേക്കിംഗ് എപ്പാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡ്. പക്ഷെ ഇത് എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഓരോ കേസിന്റെയും പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, അതിന്റെ അകത്ത് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കോമ്പണൻസ് വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ തവണയും എക്സ്പെരിമെന്റലി ചെയ്യാന്ന് പറയുന്നത് ഹൈലി ഒരു മോറോലെസ് ഇമ്പോസിബിൾ ആണ് അല്ലെ. ഓരോ കോമ്പണന്റ് കേസിന് ഇത്ര അനാലിസിസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആദ്യകാലങ്ങളിലെല്ലാം കുറെയൊക്കെ അത്തരത്തില്, പക്ഷെ ഓൾമോസ്റ്റ് ഒരു ബേസിക് നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ബേസിക് കാൽക്കുലേഷൻസ് ചെയ്ത് കണ്ടെത്തിയിട്ട് അതിനുശേഷം ബട്ട് എക്സ്പെരിമെന്റൽ റിലേറ്റഡ് കാര്യങ്ങളിലേക്കും പോകും. ഓക്കെ, so these are the basic methods. One is your experimental method, where actually you will make the component and you will test. Okay, so experimental method ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എക്സ്പെരിമെന്റൽ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കുറക്കാൻ വേണ്ടിയിട്ടേ ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇസ് എ മസ്റ്റ്. ഓക്കെ, ഫൈനലി ഒരു വലിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാർ മാനുഫാക്ചറിങ് ഒക്കെ ആണെങ്കിൽ, ദിസ് എക്സ്പെരിമെന്റൽ തിങ് ഇസ് എ മസ്റ്റ്. ഓക്കെ, ഫൈനലി ഇപ്പൊ നമ്മൾ ഈവൻ CFD അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവസാനം നമ്മൾ പിന്നെ നമ്മുടെ എന്താണ് വിൻഡ് ടണൽ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് ആക്ച്വലി ഇപ്പോഴും സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടെങ്കിലും വിൽ ആക്ച്വലി ഡു ദ ക്രാഷ് ടെസ്റ്റ്. ഓക്കെ, ക്രാഷ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മാത്രമേ അതിന്റെ ഒരു ഫൈനൽ റേറ്റിംഗിലേക്കൊക്കെ പോകുള്ളൂ. ഓക്കെ, കാരണം these analytical methods or this software related methods are not at all a substitute for the experimental method. പക്ഷെ നമുക്ക് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് കുറക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ഫോമിലേക്ക് എത്താൻ ഒരുപാട് സഹായം തരും. അപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് പകരം ഏതാണ്ട് ഒരു ഫൈനൽ ഫോം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, ആൻഡ് ഫൈനൽ ചെറിയ മോഡിഫിക്കേഷൻസേ വരുത്തേണ്ടി വരുള്ളൂ. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ വൺ ഈസ് ആക്ച്വൽ എക്സ്പെരിമെന്റൽ മെത്തേഡ്. യു ക്യാൻ ആക്ച്വലി പെർഫോം ദ എക്സ്പെരിമെന്റ് ആൻഡ് യു ക്യാൻ get the data out of it. The second one is your analytical method. It is basically solving equations. Okay, so this can be done for some regular figures. For example, rectangular cross section വരുന്നത്, അല്ലെങ്കിൽ circular cross section വരുന്നത്, അതേപോലെ ഇത്തരത്തിലുള്ള സോളിഡ് ഫിഗേഴ്സ് ഒക്കെ കേസുകൾ വന്നാൽ you can perform the analytical method because you have standard equations for solving such methods. അല്ലെ, അത്തരം റെഗുലർ ഫിഗേഴ്സ്, അതാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും അഡ്വാൻസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലും ഒരു പരിധി വരെ നമ്മൾ പഠിച്ചത്. ഈവൺ പിന്നെ അൺസിമെട്രിക്കൽ സെക്ഷന്റെ ടോർഷൻ വരെ നമുക്ക് ഒരു പരിധി വരെ ചെയ്യാം. ഈവൺ അതിലും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ചെയ്യാനാണ് നമ്മൾ ഏറി സ്ട്രെസ് ഫംഗ്ഷൻ ഒക്കെ അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ AMS നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നത് നമ്മളൊരു എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് ആ ഫംഗ്ഷൻ അസ്യൂം ചെയ്യാൻ തന്നെ പറ്റുക. കാരണം അത്രയും നോളജ് ഉള്ള ഒരാൾക്ക് ഒരു ഏറി സ്ട്രെസ് ഫംഗ്ഷൻ ഒക്കെ ഇന്ന കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, നിങ്ങൾ ഇത് ബേസ് ചെയ്തിട്ട് ഒരു കാൻഡിലിവർ ബീമിന്റെ ബെൻഡിങ്ങിന്റെ ഒരു പ്രോബ്ലം അഡ്വാൻസ്ഡ് മെക്കാനിക്സ് സോൾവ്സിന്റെ പേപ്പറിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് അതിന്റെ ബെൻഡിങ് സ്ട്രെസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, so the third one is actually your approximation method. Okay, this is what we are interested at. Okay, approximation method എന്ന് പറഞ്ഞാൽ it won't give you an exact solution. Okay, approximation won't give you an exact solution. ഓക്കെ, സോ ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ്സ്. ഇക്വേഷൻ ബേസ് ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എക്സാക്ട് സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് എക്സാക്ട് കിട്ടും, പക്ഷെ ഇവിടെ ഒരിക്കലും എക്സാക്ട് സൊല്യൂഷൻ കിട്ടില്ല. യു വിൽ ഗെറ്റ് എൻ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ വിച്ച് ഇസ് ക്ലോസ് ടു ദ ആക്ച്വൽ സൊല്യൂഷൻ. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. അതാണ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഓക്കെ, സോ നമ്മളൊരു ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഇസ് അതിനെ കൊണ്ട് കിട്ടുന്ന സൊല്യൂഷൻ ഇസ് ഫൈൻ. ഓക്കെ, കാരണം വേറെ മെത്തേഡ് ഇല്ല. ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ഒക്കെ വന്നാൽ വി കനോട്ട് സോൾവ് ഇറ്റ് യൂസിങ് അനലിറ്റിക്കൽ മെത്തേഡ് ആസ് ഓഫ് നൗ. ഇനി കുറച്ച് കാലത്തിന് ശേഷം ചിലപ്പോൾ ആരെങ്കിലും കണ്ടുപിടിച്ചാലായി. ഓക്കെ, so there are different approximation method. Okay, so one such approximation method is this finite element method. So it is simply a numerical method. Okay, മനസ്സിലാക്കേണ്ട കാര്യം, finite element method is a numerical method. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ച ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് ഇത്. നിങ്ങൾ FEM തന്നെ പഠിച്ചിട്ടുണ്ടോ? ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ മാത്സിൽ ഉണ്ടായിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അതിന് മുമ്പ്? ഇല്ല അല്ലെ. എന്നാ ഇത് കേട്ടിട്ടുണ്ടോ? FDM, ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്.
യെസ്, ഇത് നിങ്ങളെ മാത്സ് നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനമാണ്. ഫൈനൈറ്റ് ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ്, ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, സെൻട്രൽ ഡിഫറൻസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേ സാധനം തന്നെയാണ് ഇത് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്. ഓക്കെ, സോ സിമിലർലി ദർ ആർ അതർ മെത്തേഡ്സ് കോൾഡ് ഫൈനൈറ്റ് വോളിയം മെത്തേഡ്. ഫൈനൈറ്റ് വോളിയം മെത്തേഡ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ന്യൂമറിക്കൽ മെത്തേഡ്സ് നിങ്ങൾക്കറിയാം, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദിസ് വി ആർ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഓക്കെ, സോ ആൻസേഴ്സിലെ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ യൂസിങ് ദിസ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഫൈനൈറ്റ് വോളിയം മെത്തേഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡയനാമിക്സ് CFD സോഫ്റ്റ്വെയർസിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് വോളിയം മെത്തേഡ്. ഓക്കെ, അതിലാണ് ഇത് കൂടുതൽ ബെസ്റ്റ് ഔട്ട്കം തരുന്നത് ഫൈനൈറ്റ് വോളിയം മെത്തേഡ് ആണ്. സിമിലർലി സ്ട്രക്ചറൽ അനാലിസിസ് കൈൻഡ് ഓഫ് തിങ്സ്, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർസ് ലൈക്ക് ആൻസിസിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. സോ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് വിൽ ഗിവ് ദ ബെറ്റർ ഔട്ട്പുട്ട് ഫോർ ദിസ് സ്ട്രക്ചറൽ പ്രോബ്ലംസ്. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് ഒരു ബേസിക് കാര്യം. നൗ we'll see why do we want to study this finite element method. Okay, so finite element method, as I said, is a numerical method. It's purely a numerical method, and it has become an integral part of the design and development of numerous engineering systems. Okay, so like it is mainly it's a very integral part of aerospace industry. Okay, aerospace industry, automotive industry, even electrical industry. Electrical pala problems, related problems, you can solve it using finite element method. Even electronics problems can be solved using finite element method. Power industry problems can be solved using finite element method. Construction related things can be solved using finite element method, and even healthcare related problems can also be solved using this finite element method. Okay, another very fun fact, it's an interesting fact, which is your finite element method is also used in chocolate industry. Okay, chocolate industry, chocolates in a pack ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാതിരിക്കാൻ അതിന്റെ ഡിസൈനിന്റെ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യുന്നത് that is using this finite element method. ഓക്കെ, സോ ഇത് ഈ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് തന്നെ ഇറ്റ് വാസ് ബേസിക്കലി ഫോർ ദിസ് എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 1940s ഇത് ഈ ഒരു ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിന്റെ ഏതാണ്ട് ഒരു ജനനം. ഓക്കെ, സോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇത്തരം ഒരു മെത്തേഡ് കൊണ്ടുവന്നത് ഏതാണ്ട് ആ ടൈമിലാണ്. കറക്റ്റ്. ഓക്കെ, സോ വിൽ സീ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്. ഓക്കെ, നമുക്കൊരു സാധാരണക്കാരന്റെ കണ്ണിലൂടെ നോക്കാം. ഒരു സാധാരണ ബേസിക് മാത്സ് കണ്ട ഒരാളുടെ കണ്ണിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്? ബേസിക്കലി നമ്മുടെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നേച്ചറിലെ എല്ലാ കാര്യങ്ങളും ഈസ് ഓപ്പറേറ്റഡ് യൂസിങ് ഗ്രേഡിയൻസ് ആണ്. ഓക്കെ, ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു വാട്ടറിന്റെ ഫ്ലോ നടക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിൽ നിന്ന് എനിക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെ? ഇത് എന്തുകൊണ്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഹയർ പ്രഷർ കണ്ടീഷൻ ആണ്, സം P2. ഓക്കെ, ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 ലോവർ ആണ്. സോ P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. അല്ലെങ്കിൽ ഇവിടെ ഒരു ചേഞ്ച് ഇൻ പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു എന്ത് നടക്കുന്നത്, ഒരു ഫ്ലൂയിഡ് ഫ്ലോ അവിടെ സംഭവിക്കുന്നത്, അല്ലെ? സോ ഇറ്റ് ഇസ് ആക്ച്വലി ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഗ്രേഡിയന്റ്, അല്ലെ? ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു മോഷൻ സംഭവിക്കുന്നത്. റൈറ്റ്. സോ നേച്ചറിലെ ഒരുവിധ എല്ലാ ഫിനോമിനൻസും ഇറ്റ് ഇസ് ഹാപ്പണിങ് ബിക്കോസ് ഓഫ് ദീസ് ഗ്രേഡിയൻസ്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഈവൻ ഒരു മോഷൻ സംഭവിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു കാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോളേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാർട്ട് ഉണ്ട്. ഇഫ് സപ്പോസ് എനിക്ക് ഇത് മൂവ് ചെയ്യണമെങ്കിൽ, so you are applying some force F2. Okay, so this F2, if it is more than this inertia force ആണെങ്കിൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഇൻ ഫോഴ്സ് ഞാനിവിടെ അപ്ലൈ ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇത് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. റൈറ്റ്. സോ നേച്ചറിലെ എല്ലാ ഫിനോമിനൻസും ഇസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദിസ് ഗ്രേഡിയൻസ്. ഓക്കെ, സോ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഏതൊരു കാര്യം എടുത്ത് കഴിഞ്ഞാലും യു വിൽ ഹാവ് സം ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, അല്ലെ? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഓർ ഡിഫറൻസിയേഷൻ. റൈറ്റ്. So these gradients can be represented something like this: del f by del x, d square f by dx square, del f എന്നുള്ള gradient operator എല്ലായിട്ട് നമുക്ക് represent ചെയ്യാം. Okay, now if you see basic areas, for example solid mechanics എടുക്കുകയാണെങ്കിൽ, so these are some of the നമ്മുടെ Cauchy's equation എന്ന് പറഞ്ഞ സാധനമാണ്. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചതാണ് അഡ്വാൻസ് മെക്കാനിക്സ് സോൾവേഴ്സിൽ, Cauchy's equation. Right. So solid mechanics in the case എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ one of the governing equation, അല്ലെ? So it has to do with this del operator. Similarly, when it comes to fluid mechanics, this is a very fundamental equation related to your fluid mechanics. Now similarly, when you go to electromagnetics related areas, these are the basic fundamental equations.
ഓക്കെ, സോ ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു സോൾവ് ചെയ്യാൻ നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻസ് ആവശ്യമാണ്, അല്ലെ? നമുക്കറിയാം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് നമ്മൾ ബൗണ്ടറി വാല്യൂസ് ഒക്കെ കണ്ടെത്തിയിട്ടാണ് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലാക്കാൻ പറ്റാവുന്നതുപോലെ മനസ്സിലാക്കാം. സോ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കമ്പൈൻഡ് വിത്ത് ബൗണ്ടറി കണ്ടീഷൻസിനാണ് നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയാം. റൈറ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്തരം ഇക്വേഷൻസ് കമ്പൈൻഡ് വിത്ത് ബൗണ്ടറി കണ്ടീഷൻസ്, right, along with the boundary conditions are called boundary value problems. Okay, so finite element method എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത്തരം നമുക്കറിയാം ഇത്തരം ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ടാസ്ക് ആണ്. നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ പോലും അത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ്സ് എ ന്യൂമറിക്കൽ മെത്തേഡ് വിച്ച് ആക്ച്വലി കൺവേർട്സ് ദീസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പ്ലസ് ബൗണ്ടറി കണ്ടീഷൻസ് വരുന്ന boundary value problems in it is actually converting to linear systems of equations. It simply converts this into linear form so that you can solve it easily. ഇതാണ് ചെയ്യുന്നത്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിനെ ലീനിയർ സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കുറച്ചുകൂടെ ക്ലാരിറ്റി ഞാൻ തരാം. ഓക്കെ, ഏതാണ്ട് എന്റെ കൂടെ ഉണ്ടാ? Okay, so in short, so you can just note down this one. Finite element method is a numerical method used to obtain an approximate solution for a boundary value problem. ഇതാണ് finite element method. It's a numerical method used to obtain an approximate solution for a given boundary value problem. Or in short, it is actually converting a differential equation with boundary condition to a linear system of equations, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി തരും. And finally, this linear set of equation can be solved using Gauss elimination algorithm. ഇത് നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്സ് പഠിച്ചതാണ്. ഓക്കെ, Gauss elimination algorithm യൂസ് ചെയ്ത് തന്നെ സോൾവ് ചെയ്യാം എന്ന് വെച്ചാൽ ഇത്രയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? Gauss elimination method യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യും. ഇതാണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഇൻ ഷോർട്ട്. ഓക്കെ, നമുക്കത് ഗ്രാഫിക്കലി അല്ലെങ്കിൽ വിഷ്വലി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ റെക്ടാങ്കിൾ എലമെന്റിലെ സ്ട്രെസ് വാല്യൂസിനെ കുറിച്ച് സോൾവ് ചെയ്യണം. ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രെസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമെന്ന് വിചാരിക്കാം. Okay, so in that case നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ we will actually divide this into finite elements. Okay, we will actually divide this entire rectangle into small finite elements like this. Okay, ഇത്തരം divisions ആണ്. And this process is actually called meshing. Okay, ഈ complete solid element നെ ഇത്തരം small pieces ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മെഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ ഓരോ പീസും, ഓക്കെ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഓരോ പീസിനാണ് നമ്മൾ എലമെന്റ് എന്ന് പറയാം. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ്, ഓക്കെ, ദീസ് പോയിന്റ്സ് ആർ കോൾഡ് നോഡ്സ്. ഓക്കെ, സോ ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. അത് ഒന്ന് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത് നടക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് ഈ പ്രോസസ് അല്ലെങ്കിൽ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. സോ എൻറ്റയർ സ്ട്രക്ചർ വി ആർ ആക്ച്വലി ഡിവൈഡിങ് ഇൻ ടു സ്മോൾ പീസസ്. ഓക്കെ, അതിനാണ് ഫൈനൈറ്റ് എലമെന്റ്സ് ആണ്. പേര് തന്നെ എന്താ? ഫൈനൈറ്റ് എലമെന്റ്സ് ആണ്. സോ ദിസ് ലാർജർ തിങ് വി ആർ ആക്ച്വലി splitting up into finite small elements. Okay, and this process, this splitting up process is called meshing. Okay, അതിലെ ഓരോ പാർട്ടിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയാം, അതിന്റെ ഇന്റർസെക്ടിങ് പോയിന്റ്സിനാണ് നോഡ്സ് എന്നും പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ഇതിനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എലമെന്റ്, ഫിഫ്ത്ത് എലമെന്റ്, സിക്സ്ത് എലമെന്റ്, സെവൻത് എലമെന്റ്, എയ്ത്ത് എലമെന്റ്, നയൻത് എലമെന്റ്, അങ്ങനെ വിൽ ബി സ്പ്ലിറ്റിംഗ് ദിസ് ഇൻ ടു n number of elements. ഓക്കെ, നൗ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിൽ ആക്ച്വലി പെർഫോം ദ സൊല്യൂഷൻ ഓഫ് ദിസ് വൺ. ഓക്കെ, ആദ്യത്തേതിനെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ എലമെന്റ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകണം. ഫോർ എക്സാമ്പിൾ, ഇഫ് സപ്പോസ് ഐ എം ഹാവിംഗ് എ കർവ്. ഓക്കെ, ഒരു കർവ് ഉണ്ട്, ഒരു ക്യൂബിക് കർവ് ആണെന്ന് വിചാരിക്കാം. ഒരു കർവ് എനിക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ എനിക്ക് ഫൈനൈറ്റ് എലമെന്റ് ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഫൈനൈറ്റ് ലൈൻസ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെ? ഈ ഒരു കർവിനെ എനിക്കൊരു ചെറിയ ലൈൻ സെഗ്മെന്റ്, അടുത്ത ലൈൻ സെഗ്മെന്റ്,
പിന്നെ ഒരു അടുത്ത ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ ഒരു ലൈൻ, അടുത്ത 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 ലൈൻ, അങ്ങനെ നമ്പർ ഓഫ് ലൈൻസ് ആയിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതെന്തായി, ഈ ഒരു ക്യൂബിക് ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്തു, ഇതിന് ലീനിയർ ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേ കാര്യമാണ് നടക്കുന്നത്. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ 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 ഫിഗേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇതിൽ ഓരോന്നും, ഇതിപ്പോ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിൽ ഇതൊരു എലമെന്റ് ആണ്, രണ്ടാമത്തെ എലമെന്റ് ഇതാണ്, പിന്നെ മൂന്നാമത്തെ എലമെന്റ്, നാലാമത്തെ എലമെന്റ്, അങ്ങനെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലെ ഒരു എലമെന്റിനെ ഞാൻ സോൾവ് ചെയ്യും, പിന്നെ അടുത്ത എലമെന്റിനെ സോൾവ് ചെയ്യും, അടുത്തതിനെ സോൾവ് ചെയ്യും, അടുത്തതിനെ സോൾവ് ചെയ്യും, അടുത്തതിനെ സോൾവ് ചെയ്യും, ആൻഡ് ദെൻ വി വിൽ combine it, the solution. Okay, ഓരോന്നിനും സോൾവ് ചെയ്ത് we will combine the solution, and finally when you combine you will get the final solution something like this. Okay, ഇതെല്ലാം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് സിംപ്ലി യുവർ പ്രോസസ് ഓഫ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഓക്കെ, സോ ഒരു ലൈൻസിന്റെ അല്ലെങ്കിൽ കർവിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു എൻറ്റയർ കർവിനെ വി വിൽ സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ലൈൻസ്. ഓക്കെ, ഇത്തരം ചെറിയ 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 ലൈൻ സെഗ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ തന്നെ ഈ കർവിനെ അനലൈസ് ചെയ്യണമെങ്കിൽ, ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്ര ഒരു കർവ് ഉണ്ട്. ഓക്കെ, ഈ കർവിനെ എനിക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് ഫോർ എക്സാമ്പിൾ ഈ ഒരു കർവ് ലെറ്റ് ഇറ്റ് റെപ്രസെന്റ് സം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിലെ ഈ ഒരു പോർഷനിൽ ഹീറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വരാം. അപ്പൊ അതിന്റെ ഒരു സെഗ്മെന്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു പോർഷൻ ഞാനിവിടെ എടുത്തു. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇതിനെ ഇതേപോലെ തന്നെ അനലൈസ് ചെയ്യാന്നുള്ള എനിക്ക് അറിയില്ല, എനിക്ക് ഇതിന്റെ ഇക്വേഷൻ തന്നെ അറിയില്ല. ഇതിന്റെ ഈ പ്രൊഫൈൽ, ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രൊഫൈലാണ്. ഇത് എങ്ങനെയാണ് ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെ, എന്ത് ഇക്വേഷൻ ആണ് ഇത് വരുന്നത്, ക്വാഡ്രാറ്റിക് ആണോ അല്ല ക്യൂബിക് ആണോ, അല്ലെ ഏതൊക്കെ പോർഷനിൽ ക്വാഡ്രാറ്റിക് വരുന്നത്, എവിടെയൊക്കെ ക്യൂബിക് വരുന്നു ഒക്കെ കാര്യങ്ങൾ അറിയാന്നുള്ള വലിയ ടാസ്ക് ആണ്. അല്ലെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിനെ ചെറിയ 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 എലമെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സച്ച് ദാറ്റ് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു n നമ്പർ ഓഫ് സ്മോൾ എലമെന്റ്സ്. ഓക്കെ, സോ ഈ കംപ്ലീറ്റ് ഈ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈലിനെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 2 3 4 5 സച്ച് ദാറ്റ് ഇത് ജോയിൻ ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് ഫിഗർ. Okay, so this is my first element. I will solve for this one, then I will solve for this one, this one, this one, this one, and then combining I will get the final solution. And that's our point in temperature value. Okay, so that is the basic idea of finite element method. Okay, ഏതാണ്ട് clear ആണോ? ഒരു പ്രോസസ് ഏതാണ്ട് ക്ലിയർ ആണോ? ഓക്കെ, കുറച്ചുകൂടെ ഞാൻ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്കും എന്തായാലും ടൈം ഉണ്ടാവില്ല. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തൊരു കിടിലം പോലെ ചെയ്തൊരു സാധനമുണ്ട്. ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് നല്ല രീതിയിൽ ഐഡിയ കിട്ടുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.